ഇപ്പോൾ പ്രമുഖ ഫുഡ് ബ്ലോഗറായ മൃണാളിന്റെ സ്ഥാപനമായിട്ടുള്ള ഹംഗ്രി മൃണാളുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? കണ്ടല്ലോ, ഭക്ഷണത്തിൽ പോയി. ഹംഗ്രി മൃണാൾ എന്ന് പറയുന്ന റെസ്റ്റോറന്റിൽ ഭക്ഷണം കഴിക്കാൻ പോയ ഒരു കസ്റ്റമറുടെ അനുഭവമാണ് നമ്മളിപ്പോ കണ്ടത്. പുതിയ പരാതി എഴുതിക്കോ. കണ്ടല്ലോ, ഭക്ഷണത്തിനും കയ്യിലും ഒക്കെ പുഴു പറ്റിയിരിക്കുകയാണ്. അത് കൂടാതെ ഈച്ചശല്യം വേറെയും. ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പുന്നത്. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞാൽ ഈച്ച അനുസരിക്കാനൊന്നും പോലില്ല. പിന്നെ ഈച്ചശല്യത്തിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ച് കഴിഞ്ഞതാണ്. അതിനെ കുറിച്ച് ഇനിയും പറഞ്ഞു പെരുപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഭക്ഷണത്തിൽ പോഴും അതൊരിക്കലും സമ്മതിച്ച് തരാവുന്ന ഒന്നല്ല. കറികൾക്ക് എന്തെങ്കിലും രുചിക്കുറവുണ്ടെങ്കിൽ പറയണം, എന്നാ പിന്നെ അതിനെ നേരം കാണൂ, ഉണ്ണാൻ നേരം ഉണ്ടാവില്ല. എന്തായാലും ഇതിനെതിരെ ആക്ഷൻ എടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. ഈ ഭക്ഷണത്തിലൊക്കെ പുഴു വരിക എന്ന് പറഞ്ഞാണെങ്കിൽ അത് എക്സ്ട്രീം ആണ്, അല്ലേ? എന്തിന് പതുക്കെയാക്കണം? 4 പേര് അറിയട്ടോ? ആഹാ, കയ്യിലുള്ള കാശ് നിന്നിട്ട് പാറ്റയും പൂച്ചയും ഇടാൻ വിഷാംശം കലർന്ന ഭക്ഷണം കഴിക്കണമെന്നോ? ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം കസ്റ്റമറിന് കൊടുത്തിട്ടാണ് വീഡിയോകളൊക്കെ വന്നിരുന്ന് മൃണാള് തള്ളി മറിക്കുന്നത്. അതെ അതെ അതെ, ഫുഡിന്റെ കാര്യത്തിൽ ഇന്ന് കേരളത്തിലെ നമ്പർ 1 ഞങ്ങൾ തന്നെയല്ലേ തോമസ്? അതെ, ഞങ്ങൾ ഭയങ്കര ഹൈജീൻ സ്റ്റാറ്റസ് അച്ചീവ് ചെയ്യുന്ന റെസ്റ്റോറന്റ് ആണ് പോലും. എന്തായാലും നിങ്ങൾ അച്ചീവ് ചെയ്യുന്ന ഹൈജീൻ സ്റ്റാറ്റസ് എന്താണെന്നുള്ള ഇപ്പൊ നല്ലോണം മനസ്സിലായിരിക്കും. ഉളുപ്പുണ്ടടാ ചക്കണക്ക്, എന്നാ പോവാൻ നോക്കടാ. പോടാ, പൊക്കോ.